മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം നമ്മളുടെ വലിയ സജീവ ചർച്ചയിലാണ്. അപ്പോൾ ആ പദ്ധതിയുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഇന്ന് നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇന്ന് വൈകിട്ട് ആ ചടങ്ങ് നടക്കും. അതിൽ റവന്യൂ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സംസ്ഥാന മന്ത്രിമാർ, അതുപോലെ പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയവർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് എസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. സുർജിത്ത്, ഒരു പക്ഷേ ഏറെ കാലമായി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതി എത്തി നിൽക്കുകയാണല്ലോ. എന്താണ് തറക്കല്ലിടൽ ചടങ്ങിന്റെ വിവരങ്ങൾ? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ അവിടെ? എസ് കെ എൻ വിജയകുമാർ, തീർച്ചയായും ഇവിടെ ഇപ്പോൾ തറക്കല്ലിടലിന് ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 1000-ഓളം പേർക്ക് ഇരിക്കാവുന്ന വേദി സജ്ജീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി MP, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി കെ രാജൻ്റെ അധ്യക്ഷതയിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് ഇവിടെ നിർമ്മിക്കുന്നത്. മാത്രമല്ല മറ്റനുബന്ധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തറക്കല്ലിടൽ നടക്കുന്ന ആ പ്രദേശം, അതായത് ഈ വേദിയുടെ ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രം അകലെയാണ് ഈ തറക്കല്ലിടുന്ന ആ പ്രദേശമുള്ളത്. ഇത് ഇവിടെ വിവിധ ക്ലസ്റ്ററുകളിലായാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന ഈ പരിപാടിയിൽ മന്ത്രിമാരായ OR കേളു, റോഷി അഗസ്റ്റിൻ, കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, KB ഗണേഷ് കുമാർ, PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവരെല്ലാം തന്നെ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സംസ്ഥാന ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട നിര തന്നെ ഇവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവിധ സൗകര്യങ്ങൾ, അതായത് ഇവിടെ ഈ വീടുകൾക്ക് പുറമെ ആരോഗ്യ കേന്ദ്രം, ഒപ്പം അംഗൻവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെൻ്ററുകൾ എന്നിവ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഒറ്റ നിലയിൽ പണിയുന്ന കെട്ടിടം ഭാവിയിൽ അത് 2 നിലയാക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഒരുക്കുന്ന വിധത്തിലാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. നേരത്തെ പുത്തുമല അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ 2 നില പണിയാൻ പറ്റാത്തൊരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വലിയ ആശങ്ക അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റ നിലയിൽ കെട്ടിടം തീർക്കുന്നത്. 2 അതിഥികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഒന്ന് ജോജോ ആണ്. നമുക്കറിയാം, ഒരുപക്ഷേ ഈ മഹാദുരന്തത്തെ ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞത് നീതുവാണ്. ജോജോയുടെ പങ്കാളിയായ നീതുവാണ്. ആ ശബ്ദം നമ്മൾ ഇതുവരെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ശബ്ദം കൂടിയാണ്. എന്തായാലും ഇതൊരു അതിജീവന ഘട്ടം അങ്ങനെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും അതിജീവന ഘട്ടം തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പേരുടെ ആശങ്ക മാറ്റുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുക. നിലവിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. എപ്പോഴും ജോജോ പറയാറുണ്ട് പലപ്പോഴും ഈ പടവെട്ടിക്കുന്ന അടക്കമുള്ള പ്രദേശവാസികളൊക്കെ പരിഗണിക്കേണ്ടതാണ് എന്നുള്ളത് പറയാറുണ്ട്. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ഒരു എന്താ പറയുക, ഒരു നാട്ടിൽ നടന്നൊരു സംഭവം. അപ്പോൾ അതിലൊരു വിഭാഗം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമ്പോഴും, അല്ലെങ്കിൽ മറ്റൊരു വലിയ ജനവിഭാഗം പലതിൻ്റെയും പേരിൽ എന്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും അവരിപ്പോഴും ആശങ്കയിൽ ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അവരെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു സ്ഥലം ഇവിടെയുണ്ട്, അതിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് പോലും എന്തിൻ്റെ ആവശ്യത്തിലാണ് ഇവരെയൊന്നും പരിഗണിക്കാതിരിക്കുന്നതെന്ന് ഇപ്പോഴും അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്തായാലും ഷൈജ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ഷൈജ, അവിടുത്തെ ആശാവർക്കറായിരുന്ന ഷൈജ, വീടിൽ അവസാന ഘട്ടത്തിലാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അതെ, 2B ലിസ്റ്റിലാണ് വന്നത്. എന്താണ് പറയാനുള്ളത്? അല്ല, 2B ലിസ്റ്റിൽ ഇപ്പം ഞാൻ വന്നതുകൊണ്ട് സന്തോഷം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, എൻ്റെ സ്വപ്നമായിരുന്നു ഒരു വീട് എന്നുള്ളത്. നിർമ്മാണത്തിലിരിക്കുന്നൊരു സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത്. അതിൽ സന്തോഷമുണ്ട്. പക്ഷേ എന്നെപ്പോലെ തന്നെ ഒരു അളവിൻ്റെ കാര്യത്തിൽ മാത്രം മാറി നിൽക്കേണ്ടി വന്ന കുറേ കുടുംബങ്ങൾ അവിടെയുണ്ട്. അവരെ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുനരധിവാസമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സന്തോഷമായിട്ടിരിക്കുന്ന പറയാനുള്ളത്. നമ്മളൊരാഗ്രഹം കൂടെ അതാണ്. റാട്ടപ്പാടി, പടവെട്ടിക്കുന്ന് പോലുള്ള സ്ഥലങ്ങളിലെ ആളുകളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഇതുതന്നെയാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവരെയും ഉൾപ്പെടുത്തണം, അതായത് ഇതിൽ ഉദാരത കാണിക്കണം എന്നുള്ള ആവശ്യമാണ് സർക്കാരിന് മുമ്പാകെ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. SKN വിജയകുമാർ.